കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. സവോള വെച്ചിട്ട് ഉള്ളി പക്കവട അതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ പക്കവടയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവോള കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. സവോള ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അത് അതിൻ്റെ ഇതളുകൾ ഓരോന്നായിട്ടൊന്ന് വേർപെടുത്താനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കൈവച്ചൊന്ന് തിരുമ്പിയെടുത്താൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ അല്പം ഒന്ന് ഇറങ്ങിയും കൂടി വന്നോട്ടെ. നമുക്ക് മാവൊക്കെ ചേർക്കാനുള്ളതാണ്, മസാലയൊക്കെ ചേർക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ, ഉള്ളിയുടെ ഇതളുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയുന്നതിനെക്കാട്ടി നല്ലത് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരല്പം ചേർത്താൽ മതി. ഇനി അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി വേണ്ടത് അല്പം ഉപ്പാണ് കേട്ടോ. മുളക് നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയൊക്കെ എരിവുണ്ടാവും. വേണമെങ്കിൽ അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെരുംജീരകമാണ്. വലിയ ജീരകമല്ലേ, അത് നമുക്ക് അതേപോലെ ഇടാം. അതൊന്ന് ഫ്രൈ ആകുമ്പോൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണ്ടത് 1-2 സ്പൂൺ, ഉള്ളിയുടെ അളവിനനുസരിച്ച് അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലപ്പൊടി ഇല്ലേ, അതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ചൂടുള്ള എണ്ണ അതിലേക്കൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഈ മാവൊക്കെ അതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. നല്ലപോലെ ഒന്ന് കുഴയ്ക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട്, കൂടുതലാവാൻ പാടില്ല കേട്ടോ. വെള്ളം കൂടിയാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയി പോകും കേട്ടോ. ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമുക്കിങ്ങനെ ഉള്ളിയുടെ കൂടെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഞെക്കി ഒരു ചെറിയ ഉരുള പോലെ ഇങ്ങനെ വാരി വാരി ഇടാനുള്ളതാണ്. അപ്പോൾ അത്രേ പാടുള്ളൂ, കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, മാവിനോട് ചേർന്ന് സവോളയും മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇതാ ഇത്രയും മതി, ഇതേപോലെ മതി. ഇനി പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടാവണം. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മാവ് ഉള്ളിയോട് ചേർന്നത് കുറച്ച് കുറച്ചായിട്ട് വാരിയിട്ട് ഇതാ പക്കവടയുടെ ഷേപ്പില്ലേ, ഏകദേശം അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം മീഡിയം ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിടണ്ട, കരിഞ്ഞു പോവും. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. നല്ലപോലെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഒരു കോല് വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സിമ്മിലൊക്കെ ഇട്ടിട്ട് പതുക്കെ മൂപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. ഉള്ളിയല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ല തിളച്ച എണ്ണയും കൂടി ആകുമ്പോൾ മാവും കുറച്ചേ അതിലേക്ക് കവറിങ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.